കമോൺ ഗൈസ്, നമുക്കൊന്ന് കടൽ കണ്ടിട്ട് വന്നാലോ? ആണിൽ തൂങ്ങിക്കിടന്ന ടോട്ട് ബാഗ് ഒക്കെ എടുത്ത് അതിനകത്ത് ലിപ് ബാം, പേഴ്സ്, അതുപോലെ തന്നെ അച്ചാർ കുപ്പിയൊക്കെ നിറച്ചിട്ട് നമുക്ക് കടൽ കണ്ടിട്ട് വരാം. ഇവനാണ് ഇന്നത്തെ സാരഥി. അവന്റെ മുഖം വീഡിയോയിൽ എങ്ങും കാണിക്കരുതെന്ന് കർശന നിർദ്ദേശമുള്ളത് കൊണ്ട് പരമാവധി വെട്ടിക്കളയുന്ന രീതിയിലൊക്കെ വെട്ടിക്കളഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ വയലും കുന്നും മലയൊക്കെ താണ്ടി ബീച്ചിലെത്തിയിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് സൺസെറ്റിന്റെ വൈബും പിടിച്ച് നീട്ടി വെച്ചൊരു നടന്നിട്ടാണ് ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങിയത്. കുന്ന്, മല, കാട്, വയല്, തോട്, തടാകം, ബീച്ച് അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്നൊക്കെ എന്തെങ്കിലും അവിടുത്തെ ഓർമ്മയ്ക്കായിട്ട് പറക്കിക്കൊണ്ട് വരിക എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. കടൽ കാണാൻ വന്നിട്ട് കാല് പോലും നനയ്ക്കാതാണ് ഞാൻ എന്റെ കക്ക പറക്ക് തുടങ്ങിയത്. ഞാൻ പറക്കുന്ന കണ്ടിട്ട് ഹരം കൊണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അവനും പറക്കാൻ തുടങ്ങി. അവൻ പറക്കി തന്ന ഈ ഒരു സംഭവത്തിന്റെ ആ ഒരു വിയേർഡ് പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ അതിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചു. പിന്നെ അവനും ഞാനും കൂടെ ആഞ്ഞു പിടിച്ച് ഇത്രയും നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പല പല റീൽസിലായിട്ട് പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ബീച്ചിൻ ജാർ കൺസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ കിട്ടിയ അച്ചാർ കുപ്പിയെടുത്ത് ഞാൻ ടോട്ട് ബാഗിൽ ഇട്ടത്. ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ് ജാർ ആയിരുന്നു വേണ്ടത്. എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അച്ചാർ കുപ്പി എടുത്തു. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ആ കുപ്പിയിൽ കുറച്ച് മണൽ നിറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കയ്യിൽ പറക്കി കുട്ടിയ ഷെൽസ് മുഴുവൻ ഇടുന്ന സമയത്ത് എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. അങ്ങനെ കടലൊക്കെ ആസ്വദിച്ച് തിരിച്ച് വീട്ടിൽ വരുന്ന വഴിക്ക് ഇടയ്ക്കൊന്ന് ഫുഡ് കഴിക്കാൻ കയറിയ സമയത്ത് കുപ്പി എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് പറ്റി അക്കിടി ഞാൻ മനസ്സിലാക്കിയത്. അത് അത്രയും പടർന്ന് പന്തലിച്ച് അതിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു. പടർന്ന് പന്തലിച്ച സാധനത്തിന് ഞാൻ എന്ത് ചെയ്തു എന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.